ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളുടെ എല്ലാം ഒരറ്റത്ത് എം.ആർ. അജിത് കുമാർ എന്ന പേരാണ്. എങ്ങനെ അറിയാം എം.ആർ. അജിത് കുമാറിനെ എന്നുള്ള ചോദ്യമാണ് ആദ്യമേ ചോദിക്കാനുള്ളത്. ഈ എം.ആർ. അജിത് കുമാറിന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ശിവശങ്കർ, അതായത് പഴയ CM സെക്രട്ടറി ആണല്ലോ എം ശിവശങ്കർ. പുള്ളിയുടെ നടത്തുന്ന ആദ്യമായിട്ട് കേൾക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഓർമ്മ ശരിയെങ്കിൽ സ്വപ്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണല്ലോ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തുവെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം HRDS പ്രതിനിധി അജി കൃഷ്ണ പറഞ്ഞതും സരിത്തിനെ മഫ്തി പോലീസിനെ വിട്ട് കിഡ്നാപ്പ് ചെയ്തത് ഈ എം.ആർ. അജിത് കുമാർ ആണെന്നായിരുന്നു. അങ്ങനെയാണോ താങ്കളും കരുതുന്നത്? ഇതില് ചെറിയൊരു തിരുത്തുണ്ട്. അത് ആക്ച്വലി ഫ്ലാറ്റിൽ വന്ന് കിഡ്നാപ്പ് ചെയ്യുന്നത് അത് പോലീസുകാരല്ല. അത് എനിക്ക് തോന്നുന്നൊരു 4-5 അവിടുത്തെ എന്തായാലും അവര് പോലീസുകാരല്ല. അതിനുശേഷം ഇത്രയും പ്രശ്നങ്ങൾ സ്വപ്ന സുരേഷ് പിന്നെ ചാനലും സംസാരിക്കുകയും പോലീസ് അന്വേഷണം എല്ലാം തുടങ്ങിയ ശേഷമാണ് ഇവരെന്നെ ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ വിജിലൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവരെന്നെ കൊടുക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ എന്നെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നതെല്ലാം വിജിലൻസിലെ ഒഫീഷ്യൽ ആൾക്കാർ ഞാൻ കാണുന്നത്. അതെ, നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ ഇങ്ങനെ കനത്ത പോലീസ് ബന്ദോബസ്തിന് നടുവിലൂടെ സ്വപ്ന എങ്ങനെ ബംഗളൂരുവിലെത്തും എന്നുള്ളത് ഈ ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതുമാണ്. ശരിക്കും ഈ വഴി കാട്ടിയത് ആരായിരുന്നു? അതില് ഇപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ സ്വപ്ന ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി കസ്റ്റംസ് കസ്റ്റഡിയിലാണ്. അപ്പൊ എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഈ കസ്റ്റംസ് കസ്റ്റഡി കഴിഞ്ഞു, എന്റെ കാലാവധിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ സന്ദീപിനെ കണ്ടപ്പോൾ സന്ദീപാണ് എന്റെ അടുത്ത് പറയുന്നത്, ഈ ശിവശങ്കർ സാറാണ് ഇവർക്ക് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്, ഏത് റൂട്ടിൽ കൂടെ പോകുന്നു, എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഏത് ഹോട്ടലിൽ അല്ലെങ്കിൽ ഏത് റിസോർട്ടിലാണ് റൂം എടുക്കേണ്ടത് എന്നുള്ള ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നത് ശിവശങ്കർ സാറാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ശിവശങ്കർ സാർ പറയുന്നുണ്ട്, ഈ അജിത് കുമാർ പറഞ്ഞ റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ. ഈ റൂട്ട് പറയുന്നത് അജിത്താണ് ഈ റൂട്ട് പറയുന്നത്. ആ റൂട്ടിൽ കൂടെ മാത്രമേ പോകാവൂ, അത് മാറി നിങ്ങൾ പോകരുത്, അത് മാറി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന രീതിയിലാണ് ശിവശങ്കർ സാർ സന്ദീപിന് സംസാരിച്ചത്. സന്ദീപ് എന്നോട് പറഞ്ഞു, അതായത് ഈ എം.ആർ. അജിത് കുമാറിനെ ഇങ്ങനെ ഈ വഴി പറഞ്ഞു തരേണ്ടുന്ന എന്ത് ഉത്തരവാദിത്വമാണ് ഉണ്ടായിരുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവര് രണ്ടുപേരും അവരുടെ ഈ CM ഓഫീസിൽ വളരെ വിശ്വസ്തരായ ആൾക്കാരല്ലേ. അതെ, അതായത് ശിവശങ്കറും ADGP എം.ആർ. അജിത് കുമാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് അല്ലെ? എന്തായാലും എങ്ങനെയായിരിക്കും ഇവർക്കിടയിൽ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എന്താ ഉണ്ടെന്ന് അത് എനിക്കറിയത്തില്ല. പക്ഷേ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട്, ഈ അജിത് കുമാർ എന്ന് പറയുന്നത് പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പോലീസിനെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോലീസിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പുള്ളിയെ ഡീൽ ചെയ്ത് തരുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് രക്ഷപ്പെടാൻ സഹായിച്ചതിന് പിന്നിൽ ഈ ഒരു പോലീസ് ബന്ധമാണ്, ഈ പോലീസ് ബന്ധമുണ്ട് എന്ന് സ്വപ്ന പലതവണ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം വധഭീഷണിയും ഉണ്ടായിട്ടുണ്ട്. അതിനു പിന്നിലും അജിത് കുമാർ ആണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇവരുടെ ഫുൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നയെ ട്രിവാൻഡ്രത്തിൽ നിന്നും ബാംഗ്ലൂർ കൊണ്ടുപോവുക, ബാംഗ്ലൂരിന് ശേഷം ഈ സ്വപ്നയുടെ കൂടെ വന്ന ഫാമിലിയെ തിരിച്ച് നാട്ടിലയക്കുക, നാട്ടിലയച്ച് സ്വപ്നയെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും മഹാരാഷ്ട്ര അവിടെ നിന്ന് നാഗാലാൻഡിൽ കൊണ്ടുപോകാനായിരുന്നു ഇവരുടെ പ്ലാൻ. പിന്നെ നമുക്കറിയാലോ, നാഗാലാൻഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഒന്നും അറിയത്തില്ലല്ലോ. അതോടെ സ്വപ്നയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ മുന്നോട്ടുള്ള അന്വേഷണമില്ല, സ്വപ്ന ഒളിവിലാണ്, ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതായത് സ്വപ്ന പിടിയിലായതിനു ശേഷവും ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ആ ശ്രമം നടത്തിയതൊക്കെ അജിത് കുമാർ ആണ് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. എനിക്ക് ഈ പറയുന്ന അറിവ്, നമ്മുടെ സംഭവത്തിൽ നടന്ന കാര്യങ്ങൾ ഡോട്ട്സ് എല്ലാം ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ അതിലോട്ടാണ് കൈ ചൂണ്ടുന്നത്. ഇവിടെ ഈ സ്വപ്നയെ വകവരുത്താനുള്ള ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു, അതായത് ശിവശങ്കറിനും അജിത് കുമാറിനും ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ടല്ലോ. വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് സ്വപ്ന തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? തീർച്ചയായിട്ടും അതിൽ എം.ആർ. അജിത് കുമാറിന് എത്രമാത്രം റോൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ശിവശങ്കർ സാർ പ്ലാൻ ചെയ്തത് സന്ദീപിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നു, സ്വപ്ന ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നാഗാലാൻഡ് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. എന്തായാലും ഇതിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാകുകയാണ്, തെളിവുകളും വരുന്നുണ്ട്. എത്ര നാൾ ഇനിയും കൂടുതൽ അജിത് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയും? തീർച്ചയായും നമ്മൾ ഇപ്പൊ ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ, ഇതിന് പ്രത്യാഘാതം ഉണ്ടാവാൻ അത് നമ്മൾ കരുതിയിരിക്കുകയാണ്.
കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്നു, കേരള പോലീസ് വരുന്നു, പുതിയ കേസുകൾ ഉണ്ടാക്കുന്നു, ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണല്ലോ നടക്കുന്നത്. നിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നല്ലോ. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെയും മകൾ വീണ വിജയന്റെയും പേര് പറയരുത് എന്ന് തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. കാരണം പാലക്കാട് വെച്ച് ഈ ഉണ്ടാകുമ്പോൾ ഷാജിഖാൻ എന്ന വ്യക്തി വന്നായിരുന്നല്ലോ. പുള്ളി പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത് എന്തിനാണ്? അനാവശ്യമായ കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് വയ്യാവേലി തലക്കെടുത്ത് വെക്കുന്നത്? ഇപ്പൊ ഓൾറെഡി 164 കൊടുത്തു, ഇനിയിപ്പോ സ്വപ്ന പോവുക 164 റിട്രീവ് ചെയ്യുക. ഇതായിരുന്നു ഷാജിഖാന്റെ ആവശ്യം. ഷാജിഖാൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയൂ, തീരുമാനം പറയൂ. ഇതാ കണ്ടോ, ADGP എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഫോൺ സ്ക്രീൻ കോൾ ആ സ്ക്രീന് സ്വപ്നയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ADGP കോളിംഗ് കാണിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ ഷാജിഖാൻ ഭയങ്കര കമ്പൽ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനം പറയൂ, എനിക്ക് ഈ തീരുമാനം അറിയിച്ചാൽ മാത്രമേ നമ്പർ 1ന്റെ അടുത്ത് ഈ ADGPക്ക് പോയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഷാജിഖാൻ പറയുന്നത്. അതെ, അതായത് ഈ പേര് പറയരുത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കൃത്യമായ പങ്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അത് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ തെളിവുകളും എല്ലാ സ്റ്റേറ്റ്മെന്റും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് എത്തുന്നില്ല? നമ്മളിപ്പോഴും ഞാനായാലും സ്വപ്നയായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ്. ഈ ഒരു എല്ലാ ദിവസവും എല്ലാവർക്കും ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും. അത് ആ സമയം വളരെ അടുത്തുനിന്നാണ് ഇപ്പൊ ഈ ഉൾപ്പെട്ട സ്റ്റേജെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. അതെ, ഇതിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ ഉന്നതർ കൂടി ഇതിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് CPM-ലെ തന്നെ നേതാക്കൾ ഇതിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനെല്ലാം വിരൽ ചൂണ്ടുന്ന ഈ CPM-ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരല്ലേ വിരൽ ചൂണ്ടുന്നത്. പലപ്പോഴും നമുക്കറിയാം, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിരീക്ഷിക്കുന്നതിനായി പോലീസ് സേനയിലെ തന്നെ ഒരു ചാരസംഘം ഉണ്ടായിരുന്നു. അവർ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ കൈമാറുമായിരുന്നു എന്നാണ് പലപ്പോഴും അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഈ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇനി എല്ലാ അന്വേഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കും അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളിലേക്കും ഒക്കെ ആകുകയല്ലേ? ഇനി എവർക്കാർക്കും അതേസമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഓരോ കാര്യം മുന്നേ സ്വപ്ന പറഞ്ഞായിട്ടുള്ള കാര്യങ്ങളും നമ്മളെല്ലാവരും അറിയിച്ചിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ ഓരോന്നോരോന്റെ വെളി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ശരി, വളരെ നന്ദി ശ്രീ സരിത്ത് നമ്മളോട് പ്രതികരിച്ചതിന്.